T20 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യൻ ടീം കപ്പുയർത്തുമ്പോൾ കൃത്യം 7 മാസവും 10 ദിവസവും മുൻപ് ഇതുപോലൊരു ഫൈനലിൽ മത്സരശേഷം നെഞ്ചു തകർന്നുവന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിന്റെ നെടുന്തൂണായി മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എന്ന ഒരേയൊരു ഹിറ്റ്മാൻ. ടോസ് നേടി ഇറങ്ങിയ ഇന്ത്യക്ക് ആദ്യം തകർച്ചയുടെ ഞെട്ടലിൽ നിന്നും വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി മികവ് കാട്ടി ഉറച്ചുനിന്ന മത്സരത്തിൽ അക്സർ പട്ടേലും ഡൂബയും കൂടി ചേർന്ന് ഇന്ത്യൻ ടോട്ടൽ പടുത്തുയർത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ 2 വിക്കറ്റുകൾ തുടക്കത്തിൽ നഷ്ടമായിട്ടും ഡീകോക്കും സ്റ്റബ്സും കൂടി ചേർന്ന് പതിയെ പൊരുതി തുടങ്ങി. ക്ലാസൻ കൂടി എത്തിയപ്പോൾ അവർക്ക് വലിയ ആത്മവിശ്വാസമായി. ഡീകോക്കിന്റെ വിക്കറ്റ് എടുത്ത് മത്സരത്തിലേക്ക് ഇന്ത്യ തിരിച്ചു കയറി. പിന്നീട് വന്ന മില്ലറെ കൂട്ടുപിടിച്ച് ക്ലാസൻ സിക്സറുകൾ പായിച്ച് നിറഞ്ഞാടിയപ്പോൾ 15 ഓവറുകളിൽ 147 റൺസും 6 വിക്കറ്റും ബാക്കി. ജയിക്കാൻ വേണ്ടിയിരുന്നത് 30 പന്തുകളിൽ 30 റൺസ്. ദക്ഷിണാഫ്രിക്ക സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു. ഇന്ത്യൻ ആരാധകർക്ക് തോൽവിയുടെ നിരാശ നിറഞ്ഞ നിമിഷം. പിന്നീടാണ് ചരിത്രം തുടങ്ങുന്നത്. ബുംറയുടെ ക്ലാസിക്കൽ സിംഗിങ്ങിൽ പതറി നിന്ന ക്ലാസനെ അടുത്ത ഓവറിൽ ഹാർദിക് പാണ്ഡ്യ പന്തിന്റെ കൈകളിലെത്തിച്ച് മടക്കി. പിന്നീട് വന്ന ജെൻസനെയും ബുംറ സിംഗ് ബൗളിംഗിൽ ബൗൾഡാക്കിയതോടെ ത്രില്ലിംഗ് എൻഡിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത്. അവസാന ഓവറിൽ വേണ്ടിയിരുന്നത് 6 പന്തുകളിൽ 16 റൺസായിരുന്നു. അവസാന ഓവർ എറിയാൻ വരുന്നത് ഹാർദിക് പാണ്ഡ്യയും സ്ട്രൈക്കിൽ മില്ലറും. പാണ്ഡ്യ എറിഞ്ഞ ലോങ് ഫുൾ ടോസ് ബോൾ അടിച്ചുപൊന്തിയ പന്ത് സിക്സർ ലൈനിൽ നിന്നും അവിശ്വസനീയമായ ക്യാച്ച് എടുത്ത് സൂര്യകുമാർ യാദവ് ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. അവസാനം റബാഡയും കൂടി പുറത്താക്കി ഹാർദിക് പാണ്ഡ്യ ഇന്ത്യക്ക് വിജയവും T20 ലോകകപ്പും സമ്മാനിച്ചു. ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം. കാത്തിരിക്കാം. ടോക്ക് ബൈ ഹാരിസ്.